കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയിൽ അംഗമായവരുടെ മക്കളിൽ LSS, USS, SSLC, +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, നോട്ട് ബുക്ക്, പേന എന്നിവയും നൽകി. കൂത്തുപറമ്പ് പത്തലായി കുഞ്ഞിക്കണ്ണൻ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് സയൻസ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സനോജ് കെ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ആർട്സ് കോളേജിൽ പഠിപ്പിക്കാം, മറ്റ് സ്കൂളിൽ പഠിപ്പിക്കാം, മറ്റ് എവിടെയൊക്കെ പഠിപ്പിക്കാം, പക്ഷേ നിങ്ങൾക്ക് B.Ed കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ B.Edൽ പഠിപ്പിക്കേണ്ട അധ്യാപകരെയാണ്. അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മൂവ്മെന്റ്സ്, ജെസ്റ്റേഴ്സ്, അവരുടെ മുഖത്തിന്റെ ഭാവങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. ഇവർ സമ്മതിച്ചില്ല. അവസാനം ഞാൻ ലീഗലി മൂവ് ചെയ്തു, സംഘടനയുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തു. അതുപോലെ ദേശാഭിമാനി പത്രത്തിലൊക്കെ ആ വാർത്ത വന്നു, വലിയ വാർത്തകളായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും DC-യിൽ നിന്ന്, തിരുവനന്തപുരം DC-യിൽ നിന്ന് ഉത്തരവ് വന്നു, എത്രയും പെട്ടെന്ന് ഇയാൾക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് ജോലി കിട്ടുന്നത് ആദ്യമായിട്ട്. അന്ന് അതൊരു വലിയ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നു സമൂഹത്തിന്. അങ്ങനെ അന്ന് തൊട്ടിട്ട് ഏതാണ്ട് മാനന്തവാടി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലടക്കം 7 വർഷത്തോളം ഞാൻ B.Ed കോളേജിൽ വർക്ക് ചെയ്തു. KM ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോഹൻ പഴയടത്ത്, PP രാഗേഷ്, വിനയൻ കാരായി, പ്രമോദ്, അനിൽ കാടാച്ചിറ, അരുൺകുമാർ, സജിത്ത് കണ്ടംകുന്ന്, അനീഷ് പാറാൽ, രജിത്ത് പേരാവൂർ തുടങ്ങിയവരും സംസാരിച്ചു. അത്യുന്നതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിലാണ് നമ്മുടെ സർക്കാർ ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ എത്തിച്ചിട്ടുള്ളത്. ഈ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.